വയനാട് ലക്കിടിയിൽ ഏറ്റുമുട്ടലിലൂടെയാണ് മാവോയിസ്റ്റ് നേതാവ് സി.പി. ജലീലിനെ കൊലപ്പെടുത്തിയതെന്ന പോലീസ് വാദം പൊളിയുന്നു. മാവോയിസ്റ്റുകൾ ആരെയും ബന്ദിയാക്കിയില്ലെന്ന് റിസോർട്ട് ജീവനക്കാർ വെളിപ്പെടുത്തി. ആദ്യം വെടിവെച്ചത് പോലീസാണ്. മാന്യമായ പെരുമാറ്റമായിരുന്നു മാവോയിസ്റ്റുകളുടേതെന്നും റിസോർട്ട് മാനേജരും ജീവനക്കാരും അറിയിച്ചു. ഇന്നലെ വൈകിട്ട് ഒരു 7:35 കൂടിയിട്ടാണ് ഇവരിവിടെ വന്നത്. രണ്ടുപേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മാനേജേഴ്സ് ആരും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ഏകദേശം ഒരു 7:40 ആയപ്പോഴാണ് ഞങ്ങൾക്കൊരു കോൾ വന്നത്. അപ്പോൾ അവരോട് എന്താണ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിങ്ങനെ ആളുകളാണ്, മാവോയിസ്റ്റാണ്, ഞങ്ങൾക്ക് കുറച്ച് ക്യാഷിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെയുള്ള കാശ് എന്താ വെച്ചാൽ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് കൊടുത്തപ്പോൾ അവർക്കത് അതുകൂടെ അതിൻ്റെ കൂടെ അവർക്ക് ഭക്ഷണം കൂടി വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് കൊടുത്തപ്പോൾ അവർക്ക് അത്രയും കാശല്ല, അതിനേക്കാളും കൂടുതൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും കാശ് നമ്മൾ ആ ടൈമിൽ നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളെല്ലാം കൂടിയും അറേഞ്ച് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 10,000 റുപ്പീസോളം കൊടുത്തു. അവർ ചോദിച്ചത് ഒരു 50,000 റുപ്പീസാണ്. അപ്പോൾ അത് കൊടുത്ത് കഴിഞ്ഞ സമയത്ത് പിന്നെ അവർ ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 3/4 മണിക്കൂർ ടൈം എടുത്തു. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് തന്നെ കുറച്ച് പോലീസുകാർ വിത്ത് ഗൺ വന്നിട്ട് ഷൂട്ടിംഗ് തുടങ്ങിയത്. അപ്പോൾ എങ്ങനെയാണ് പോലീസ് ഇവിടെ എത്തിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇവിടെ അപ്പോൾ ഇതിനൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മുടെ പ്രോപ്പർട്ടിയും ഈ ഏരിയ കംപ്ലീറ്റ് ഇവരുടെ നിരീക്ഷണത്തിലാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നീട് എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടു പോയത്? അവർ ഫയറിംഗ് തുടങ്ങിയപ്പോൾ തന്നെ അവർ നമ്മൾ റിസപ്ഷനിൽ നമ്മൾ കൊടുത്ത കാശ് കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. അതെടുത്ത് നേരെ റിസപ്ഷനിൽ പുറത്തേക്ക് ചാടിയിട്ടാണ് അവർ ഓടിയത്. പിന്നെ എങ്ങനെ ഫയറിങ് അത് നമ്മൾ പുറത്തുനിന്ന് നേരെ വന്നിട്ട് ആദ്യം തന്നെ ഫയറിംഗ് തുടങ്ങിയപ്പോൾ ഒരാൾക്ക് ഏറ്റു എന്നാണ് പറയുന്നത്. 2 പേരാണ് വന്നത്. നോർമലി വന്നവർ റിസപ്ഷനിൽ വന്നിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഫണ്ടിൻ്റെ ഒരു ആവശ്യമുണ്ട്, അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ഒരു 50,000 രൂപയാണ് അവർ ചോദിച്ചത്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, മാന്യമായിട്ട് അവർ സംസാരിച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് തരണം. അപ്പോൾ അത് പ്രകാരം ഞങ്ങളുടെ മാനേജേഴ്സിനെയും MD-നെയൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു തുക ഞങ്ങളെ ഓഫീസിൽ ഓൾറെഡി ഇല്ല. കാരണം ഞങ്ങൾ ക്യാഷ് അങ്ങനെ ഇവിടെ കറക്റ്റ് ചെയ്യാതെ വെക്കാറില്ല. അപ്പം അവർക്ക് കിട്ടിയേ പറ്റുമെന്നുള്ള തീരുമാനം കൊണ്ട് ഞങ്ങൾ MD-നെയും വീണ്ടും സംസാരിച്ച് അവസാനം സ്റ്റാഫിൻ്റെ നിന്നൊക്കെ ഞങ്ങൾ കുറച്ച് ക്യാഷ് കറക്റ്റ് ചെയ്ത് ഒരു 5,000 അവർക്ക് കൊടുത്തു. പക്ഷെ അത് അവർ അക്സെപ്റ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് അപ്പോൾ ഇവർ ഗസ്റ്റുകളോട് എന്തെങ്കിലും മോശമായിട്ട് അവരുള്ള സമയത്തായിരുന്നു 2-3 ഗസ്റ്റ് വന്നത്. പക്ഷേ വളരെ മാന്യമായിട്ട് അവർ സംസാരിച്ചത്. ഗസ്റ്റിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾ ചെയ്യില്ല, ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറി തന്നു. പക്ഷേ ഞങ്ങൾ ഗസ്റ്റിന് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് കയറ്റിയത്. അവർ പറഞ്ഞു ഗസ്റ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഞങ്ങളൊന്നും ചെയ്യില്ല, നിങ്ങൾ ഉപദ്രവിക്കാനല്ല വന്നത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, അതിന് നിങ്ങൾക്ക് പണം തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവർ വേറെ ബുദ്ധിമുട്ടൊന്നും അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. മാന്യമായ പെരുമാറ്റമാണ്. ഈ തുക കൊടുക്കാൻ ഇത്രയും വലിയൊരു എമൗണ്ട് കൊടുക്കാൻ പറ്റാത്തതിന് അവർ എന്തായാലും കിട്ടണം എന്നുള്ള നിർബന്ധിച്ച് പറഞ്ഞു. ആയുധങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അവർ വന്ന സമയത്ത് ഒരു ബാഗ് കണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ഒരാൾ അവരൊരു ഗൺ എടുത്തിട്ട് ഷോൾഡറിലിട്ട്. റിസോർട്ട് ജീവനക്കാരുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് ജലീലിന്റെ സഹോദരൻ സി.പി. റഷീദ് ആവശ്യപ്പെട്ടു. മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും റഷീദ് പറഞ്ഞു. ആത്മരക്ഷാർത്ഥം വെടിവെക്കണം, മുട്ടിന് തീരെ വെടിവെച്ച് വീഴ്ത്താവുന്നുള്ളൂ. തലക്കനെ വെടിവെക്കുന്നത് കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളരെ കൃത്യമായി കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പോലീസ് വന്നത് എന്നുള്ളത് ആദ്യം തന്നെ സംശയകരമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇപ്പോൾ അത് റിസോർട്ട് മാനേജർ പറഞ്ഞ സ്ഥിതിക്ക് ഇനി അതിൽ യാതൊരു സംശയത്തിനും ഇടയില്ല. ഒന്ന്, ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടി അഭിപ്രായം പറയാവുന്ന 2 ആളുകൾക്ക്, ഒന്ന് വെടിവെച്ച പോലീസുകാരനും അത് കണ്ട ആളുകൾ. അപ്പോൾ വെടിവെച്ച പോലീസുകാരനെ എന്തായാലും ഞാൻ കൊന്നൊന്നും പറയില്ല. അതിനി ഒരുപക്ഷെ രാമേന്ദ്രൻ വെളിപ്പെടുത്തിയ പോലെ ഏതെങ്കിലും കാലത്ത് വെളിപ്പെടുത്തിക്കൂടാന്നല്ല ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ എതിർകക്ഷി അത് കാഴ്ചക്കാരൻ എന്നുള്ളവർക്ക് റിസോർട്ട് മാനേജർ പറഞ്ഞു കഴിഞ്ഞു. കൊലപാതകം നടന്നു, അതിൽ ദുരൂഹത ബന്ധുക്കളും മനുഷ്യാവകാശ ആരോപിച്ചു. മറിച്ച് ഇതൊരു കൊലപാതകമാണെന്ന് ദൃക്സാക്ഷികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, റിസോർട്ട് മാനേജർ പ്രഖ്യാപിച്ചു. ആ സ്ഥിതിക്ക് ഈ കൊലയാളികളായ പോലീസുകാർക്കെതിരെ അടിയന്തരമായി FIR രജിസ്റ്റർ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പ്രഖ്യാപിക്കണം. ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താതെ മറ്റു പ്രഖ്യാപിക്കുന്ന ഏത് തരത്തിലുള്ള അന്വേഷണങ്ങളും അത് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയായിട്ട് വിലയിരുത്താൻ കഴിയുള്ളൂ. ജലീലിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. 3 തവണ ജലീലിന് വെടിയേറ്റു. തലയുടെ പിന്നിലേറ്റ വെടിയുണ്ട നെറ്റി തുളച്ച് പുറത്തുവന്നുവെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് മാവോയിസ്റ്റുകളുടെ പേരിൽ പോസ്റ്റർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറും പ്രസാദ് ഉടുമ്പശ്ശേരിയും ചേരുന്നു. ആദ്യം വിനേഷിലേക്ക്. വിനേഷ്, ആത്മരക്ഷാർത്ഥമാണ് പോലീസ് വെടിവെച്ചതെന്ന IG ബൽറാം കുമാർ ഉപാധ്യായയുടെ ഇന്നലത്തെ വാക്കുകൾ പാടെ തള്ളുന്നതാണ് റിസോർട്ട് ജീവനക്കാർ ഇന്ന് പുറത്തുവിട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇവർ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരുന്നില്ല, ആരെയും ബന്ദികളാക്കിയിരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഈ ജീവനക്കാർ പറഞ്ഞത്?
രേണുക, തീർച്ചയായും അവർ പറഞ്ഞിരിക്കുന്ന നിലവിൽ പോലീസ് പറഞ്ഞിരിക്കുന്ന വാദങ്ങളെല്ലാം തന്നെ അവർ പൂർണ്ണമായും തള്ളുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റുകൾ റിസോർട്ടിലെത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2 മാവോയിസ്റ്റുകളാണ് എത്തിയിരിക്കുന്നത്. ഒന്ന് കൊല്ലപ്പെട്ട CP ജലീലും ഒന്ന് മറ്റൊരാളുമാണ്. ഇവിടെ എത്തിയ ശേഷം ഇവർ പണം ആവശ്യപ്പെട്ടു. 4500 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പൈസ കൂടി സംഘടിപ്പിച്ച് 10,000 രൂപയോളം ഇവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഒപ്പം തന്നെ 10 പേർക്കുള്ള ഭക്ഷണവും ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഭക്ഷണം ഇവർക്ക് കൊടുക്കാൻ തയ്യാറാക്കുന്നതിനിടയിലാണ് പോലീസ് വന്നത്. പോലീസും തണ്ടർബോൾട്ടും സ്ഥലത്തെത്തി ആദ്യം വെടിവെച്ചത് പോലീസാണെന്ന് തന്നെ ഇത് തീർത്ത് പറയുന്നുണ്ട് ഈ റിസോർട്ട് മാനേജറായ രഞ്ജിത്ത്. മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് ഇവിടെയുള്ള ജീവനക്കാരെ ബന്ദിയാക്കിയെന്ന് പോലീസിൻ്റെ വാദം. ഈ വാദവും തള്ളുന്നുണ്ട്. അത്തരത്തിൽ പോലീസ് ഇവിടുത്തെ ജീവനക്കാരെയോ അല്ലെങ്കിൽ ഇവിടെ എത്തിയ അതിഥികളേക്കോ യാതൊരു തരത്തിലുള്ള ഉപദ്രവവും ഉണ്ടായിട്ടില്ല. തികച്ചും മാന്യമായ രീതിയിലുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും ഈ ജീവനക്കാരൻ പറയുന്നുണ്ട്. ഇത് എന്തായാലും ഇത് നിലവിലുള്ള പോലീസിൻ്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതും ഒപ്പം തന്നെ പോലീസിൻ്റെ ഇപ്പോഴുള്ള നിലപാടിനെ അല്ലെങ്കിൽ പോലീസ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു നിലപാടിനെ പ്രതിരോധത്തിലാക്കുന്നതുമാണ് ഈ ഒരു നിലപാട്. മറ്റൊരു കാര്യം, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ 3 വെടിയുണ്ടകളാണ് ഇദ്ദേഹത്തിന് ഏറ്റിട്ടുള്ളത്. ഇതിൽ ഒരു വെടിയുണ്ട തലയ്ക്ക് കൊണ്ട് നെറ്റി തുളച്ച് പുറത്ത് കിടന്നെന്നും പറയുന്നുണ്ട്. ഒപ്പം തന്നെ നിരവധി ബുള്ളറ്റുകൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റനേറ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങളും കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ റിസോർട്ട് മാനേജറുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണം എന്നാണ് കൊല്ലപ്പെട്ട CP ജലീലിൻ്റെ സഹോദരനായ CP റഷീദ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇത് എന്ത് പ്രേരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇപ്പോൾ പോലീസ് മുന്നോട്ട് വെക്കുന്ന വാദങ്ങളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ റിസോർട്ട് മാനേജർ ഇത്രയും വലിയ ഒരു സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ഈ ഒരു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സർക്കാരിന് എല്ലാ രീതിയിലുമുള്ള ഒരു സംരക്ഷണവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഒരു സായുധ സേന ഒരു പക്ഷത്ത് നിൽക്കുമ്പോൾ അതെല്ലാം ഇതായിക്കൊണ്ട് സത്യം തുറന്നു പറയാൻ തയ്യാറായ റിസോർട്ട് ജീവനക്കാരുടെ ഭാഗങ്ങൾ പൂർണ്ണമായും അന്വേഷിക്കപ്പെടേണ്ടതുണ്ട്. സർക്കാർ മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ സുപ്രീം കോടതി ഉത്തരവുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മാവോയിസ്റ്റ് ആശയവും മറ്റു കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ അന്വേഷിച്ച് നടപ്പിലാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. രേണുക, വിനേഷ്, സൈബർ സെൽ നിരീക്ഷണത്തിനിടെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് പോലീസ് റിസോർട്ടിലെത്തിയത് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ സംശയങ്ങളാണ് ഇപ്പോൾ ഈ റിസോർട്ട് ജീവനക്കാരുടെ ഈ വെളിപ്പെടുത്തൽ, ഇന്നലെ അവിടെ സംഭവിച്ചത് സംബന്ധിച്ച് അവർ നൽകുന്ന ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് എന്തൊക്കെ സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്? രേണുക, 2 കാര്യങ്ങളാണ് അതിനകത്ത്. ഒന്ന് ഇവിടെ ജീവനക്കാർ, അതായത് ഭൂമിശാസ്ത്രപരമായി നമുക്കറിയാം ഇത് ദേശീയപാതയോട് ചേർന്ന് നിൽക്കുന്ന ഒരു റിസോർട്ടാണ്. ഇവിടെ ഏകദേശം 2 ഏക്കറോളം സ്ഥലത്താണ് ഇത് നിലകൊള്ളുന്നത്. ഇതിൻ്റെ പുറകുവശത്തുകൂടെ എന്തായാലും പോലീസിനെ വെട്ടിച്ച് ഇത്രയും വലിയൊരു സന്നാഹത്തെ വെട്ടിച്ച് 2 പേർക്ക് കടന്നു പോകാനുള്ള സാധ്യതയില്ല. ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയുകയില്ല. രണ്ടാമത് ഇടതുഭാഗത്തു കൂടെ ചെറിയൊരു ഇതുണ്ട്, കാപ്പിത്തോട്ടം വഴി മുകളിലോട്ട് കയറാൻ കഴിയും. അവിടെ രക്തപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ വലതുഭാഗത്തു കൂടെ കഴിയില്ല. പ്രധാനമായും ദേശീയപാത കടന്ന് മാത്രമേ പോകാൻ കഴിയുള്ളൂ. ഇവിടെയൊക്കെ തന്നെ തണ്ടർബോൾട്ട് ഉൾപ്പെടെ പോലീസും ഉൾപ്പെടെ വലിയ സന്നാഹം തന്നെയുണ്ട്. സ്വാഭാവികമായും ഈ വെടിവെപ്പ് നടന്നിരിക്കുന്നത് ഏകപക്ഷീയമായി തന്നെ പോലീസ് വെടിവെച്ചതാകാം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സജീവമാണ്. ഈ റിസോർട്ട് മാനേജറുടെ വെളിപ്പെടുത്തൽ അത് എന്തടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് സത്യസന്ധമാണെങ്കിലും അല്ലെങ്കിലും അത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ 2 പേരെ ആണ് ഇത്രയും ആളുകൾ വളയുകയും ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നെങ്കിൽ പോലും അതിനു മുമ്പേ പോലീസ് ഇരച്ചുകയറി വെടിവെക്കുകയായിരുന്നു, റിസോർട്ട് വളയുകയായിരുന്നു എന്നാണ് റിസോർട്ട് മാനേജറും അവിടുത്തെ ജീവനക്കാരനും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ വേൽമുരുകൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടിയുണ്ട്. അതായത് കൊല്ലപ്പെട്ട CP ജലീലിൻ്റെ കൂടെ വേൽമുരുകൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഇയാൾക്ക് വെടിയേറ്റിട്ടുണ്ട്. ഇയാളെക്കുറിച്ചുള്ളത് ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. കാരണം ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം വയനാട്ടിലുണ്ട്. കാരണം ഈ അത്രയും വെടിയേറ്റ് ഓടി രക്ഷപ്പെടാൻ ഇത്രയും ദുഷ്കരമായ രീതിയിലുള്ള ഒരു സ്ഥലത്തൂടെ ഓടി രക്ഷപ്പെടാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഉൾക്കാട്ടിൽ എവിടെയെങ്കിലും അദ്ദേഹം ഉണ്ടാവുമോ, ജീവനോടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. മറ്റൊരു കാര്യം, ഇതിൽ പോലീസ് ഒരുപക്ഷേ ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയോ അല്ലെങ്കിൽ ഇയാൾ കൊല്ലപ്പെട്ടത് പോലീസിനെ അറിയുകയോ ചെയ്യാം എന്നുള്ള രീതിയിലേക്കും അത്തരത്തിലും ഉള്ള അന്വേഷണങ്ങളും സംവിധാനങ്ങളും അങ്ങനെയും നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് തൽക്കാലം ഇപ്പോൾ പോലീസിന്റെ വാദങ്ങൾ പൂർണ്ണമായും നമ്മൾ വിശ്വസിച്ച് പോലീസിന്റെ ഒരു വാദങ്ങൾ മാത്രമായിരുന്നു ഇതുവരെ പുറത്തു വന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതല്ല ശരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ റിസോർട്ട് ഉടമ കൂടി രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ നിരവധിയായ സംശയങ്ങൾ ഉണർത്തുന്നതാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉണർത്തുന്നതാണ്. തിരിച്ചു വരാം ദിനേശിലേക്ക്. ഇപ്പോൾ പ്രസാദ് ഉടുമ്പശ്ശേരി കൂടി ചേരുന്നു. പ്രസാദ്,
പാലക്കാട് മാവോയിസ്റ്റുകളുടെ പേരിൽ പുതിയ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് അവിടെ നിന്നുമുള്ള വിവരം. ഈ വയനാട്ടിലെ ഏറ്റുമുട്ടലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ളതാണോ പോസ്റ്റർ? അട്ടപ്പാടി ചുരത്തിന് താഴെ ആനമൂളിയിലാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. പക്ഷേ വയനാട്ടിലെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാമർശവും ഈ പോസ്റ്ററിലില്ല. ഇന്ന് വനിതാ ദിനമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിനെ പരാമർശിച്ചിട്ടുള്ള പോസ്റ്ററുകളാണ്, ഈ വിഷയങ്ങളാണ് പോസ്റ്ററുകളിൽ ഉള്ളത്. മറ്റ് വയനാട്ടിലെ സംഭവങ്ങളോ ഒന്നും തന്നെ ഈ പോസ്റ്ററിൽ പരാമർശിച്ചിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. മുമ്പ് നവംബറിലും ആനമൂളിയിൽ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പതിച്ചിരുന്നു. അന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു CPI മാവോയിസ്റ്റ് ഭവാനി ദളം അവരുടെ പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. ഈ മേഖലയിൽ, അട്ടപ്പാടി മേഖലയിൽ മാവോയിസ്റ്റുകൾ സജീവമാണ്. അതുകൊണ്ട് തന്നെ ഉൾപ്രദേശങ്ങളിൽ, അട്ടപ്പാടിയിലെ ആനവായി ഉൾപ്പെടെയുള്ള ഉൾപ്രദേശങ്ങളിൽ ഈ തണ്ടർബോൾട്ടിന്റെ ഉൾപ്പെടെയുള്ള പരിശോധനയും നിരീക്ഷണവും ശക്തമായി തന്നെ തുടരുന്നുണ്ട്. പുതിയ വയനാട് സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മേഖലയിൽ കൂടുതൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. വനിതാ ദിനവുമായി ബന്ധപ്പെട്ടാണ് അവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, ഇവിടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തലയ്ക്ക് വെടിയേറ്റിട്ടുണ്ട്, ആ വെടിയുണ്ട തല തുളച്ച് പുറത്തു വന്നിട്ടുണ്ട് എന്നതാണ്. 3 വെടിയേറ്റിട്ടുണ്ട് എന്നും പറയുന്നു. ജീവനോടെ പിടികൂടാനുള്ള യാതൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണോ ഇതൊക്കെ സൂചിപ്പിക്കുന്നത്? അല്ല, അക്കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പ് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇവർ ആയുധം എടുത്തു കഴിഞ്ഞാൽ ഇവരും തിരിച്ചു വെടിവെക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പോലീസിന് വെടിവെക്കേണ്ടി വരും എന്നുള്ളൊരു ഇതുകൂടി നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇവരെ, ഈ 2 പേരെ ഇത്രയും വലിയൊരു സന്നാഹം ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പോലീസ് സന്നാഹവും വളരെ ട്രെയിൻഡായ തണ്ടർബോൾട്ട് പോലുള്ള ഒരു ടീം ഉണ്ടായിട്ട് പോലും ഇവ 2 പേരെ പിടികൂടാൻ കഴിയാതെ പരക്കെ ഈ രീതിയിൽ വെടിവെക്കേണ്ടിയിരുന്നോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. സ്വാഭാവികമായും ഈ റിസോർട്ട് മാനേജർ നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അനുസരിച്ചാണെങ്കിൽ പെട്ടെന്ന് ഇരച്ചു കയറി വരികയായിരുന്നു പോലീസ് ഇരച്ചു കയറി തണ്ടർബോൾട്ടും വരികയായിരുന്നു. ഉടൻ തന്നെ റിസോർട്ട് വളയും ഫുൾ ഫയറിംഗ് മാത്രമായിരുന്നു. പിന്നെ ഇവർക്ക് തിരിച്ചു വെടിവെക്കാനൊന്നുള്ള ഒരു അവസരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഇന്നലെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് അറിയാം. ആദ്യം പോലീസാണ് ഇവരുടെ ഭാഗത്ത്, മാവോയിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് വെടിവെപ്പുണ്ടായി അവർ കാട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അവിടെ നിന്നാണ് പിന്നീട് ഏറ്റുമുട്ടലുണ്ടായത് എന്ന്. എന്നാൽ ആ വാദങ്ങളെല്ലാം പിന്നീട് അല്പം മണിക്കൂറുകൾക്കകം തന്നെ പൊളിഞ്ഞു. കാരണം റിസോർട്ടിനകത്താണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. റിസോർട്ടിനകത്താണ് ഒരാൾ വെടിയേറ്റ് വീണിരിക്കുന്നത്. മറ്റൊരാൾക്ക് വെടിയേറ്റിരിക്കുന്നതും അവിടെ വെച്ച് തന്നെയാണ്. അദ്ദേഹം തൊട്ടടുത്തുള്ള കാപ്പിത്തോട്ടത്തിലേക്ക് പോയതായും അവിടെ രക്തത്തിൻ്റെ പാടുകൾ കണ്ടെത്തിയതായും പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം വന്നിരിക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ വാദങ്ങൾ, അല്ലെങ്കിൽ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായാണ് ഇതിൻ്റെ കൃത്യമായ വിശദീകരണം നൽകിയിരിക്കുന്നത്. പക്ഷേ ആ വിശദീകരണത്തെ എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിസോർട്ട് മാനേജറുടെ വെളിപ്പെടുത്തൽ. മാന്യമായ രീതിയിൽ തന്നെയാണ് മാവോയിസ്റ്റുകൾ പെരുമാറിയിരിക്കുന്നത്. അതിഥികൾ ഉൾപ്പെടെ അവരെ ഭക്ഷണ റൂമിലുണ്ടായിരുന്ന അവരെ വരെ മറ്റ് സേഫായ സ്ഥലത്തേക്ക് മാറ്റി. അവർക്കൊന്നും ഇത് യാതൊരു രീതിയിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. തങ്ങൾ പൈസ കൊടുക്കാൻ തയ്യാറായിരുന്നു. ഒരു പ്രശ്നത്തിന് അവർ വന്നിട്ടില്ല. അവർക്ക് പൈസ അത്യാവശ്യമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ 10 ആൾക്കുള്ള ഭക്ഷണം ആവശ്യപ്പെട്ടു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് പറയുന്നത് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ബന്ദിയാക്കുകയും ചെയ്ത് പണം തട്ടിയെടുത്തു എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതിനകത്ത് ഈ 2 പേർ നിന്ന് ഈ റിസോർട്ട് ജീവനക്കാരോട് സംസാരിക്കുന്നതും അവർ പണം എണ്ണി നൽകുന്നതുമായ ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. എന്തായാലും ഇതിനൊരു വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഈ CP റഷീദ്, അതായത് കൊല്ലപ്പെട്ട CP ജലീലിൻ്റെ സഹോദരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൃത്യമായ സമഗ്രമായ ഒരു അന്വേഷണമാണ്. ഇതിൽ പിന്നെ ഒരു ജുഡീഷ്യൽ തലത്തിലുള്ള ഒരു അന്വേഷണമാണ് ആവശ്യപ്പെട്ടിരുന്നത്. കോടതിയുടെ ഒരു ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാവണം. തണ്ടർബോൾട്ടിൻ്റെ ഒരു നീക്കം നിയമവിരുദ്ധമായിരുന്നു. അത് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ CP റഷീദും ആവശ്യപ്പെട്ടിരിക്കുന്നത്. രേണുക, വിനേഷ് തുടരുക. പ്രസാദ് ഉടുമ്പശ്ശേരിയിലേക്ക് ഒരിക്കൽ കൂടി. പ്രസാദ്, ഈ വയനാട് സംഭവവുമായി ഒന്നും ബന്ധമില്ലെങ്കിൽ പോലും മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ആണ് ഈ പുതിയ പോസ്റ്ററുകളും വെളിവാക്കുന്നത്. നേരത്തെ ഈ ഏറ്റുമുട്ടലിന് മുൻപ് പലപ്പോഴും മാവോയിസ്റ്റുകൾ വരികയും ഒറ്റപ്പെട്ട വീടുകൾ കേന്ദ്രീകരിക്കുകയും അവിടെ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ ചോദിച്ചു വാങ്ങുകയും പണം ചോദിക്കുകയും ഒക്കെ ചെയ്ത നിരവധിയായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയുധധാരികളായി തന്നെ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഒക്കെയും പലപ്പോഴും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ മാവോയിസ്റ്റുകളുടെ പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് അധികൃതർ എത്രമാത്രം ഗൌരവത്തോടുകൂടിയാണ് കാണുന്നത്? തീർച്ചയായും ഇത്തരത്തിലൊരു പോസ്റ്ററുകൾ വയനാട് വിഷയം പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും
ഇവിടെ അവരുടെ ഒരു സാന്നിധ്യം വെളിവാക്കുക എന്നുള്ളത് കൂടിയാണ് ആനമൂളിയിൽ അട്ടപ്പാടി ചുരത്തിന് താഴെ ഇന്നലെ പോസ്റ്റർ പതിച്ചതിന്റെ ലക്ഷ്യം എന്നത് വളരെ വ്യക്തമാണ്. വയനാട്, നിലമ്പൂർ, അട്ടപ്പാടി വനമേഖലയെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വയനാട് മാവോയിസ്റ്റുകൾ സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഇവരുടെ നിരീക്ഷണം തണ്ടർബോട്ട് ഉൾപ്പെടെയുള്ള ഈ പരിശോധന ഇവിടെ കർശനമാക്കിയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അട്ടപ്പാടിയിലെ ഉൾപ്രദേശങ്ങളായ ആനവായി, തുടുക്കി ഉള്ള ആദിവാസി ഊരുകളിലാണ് മാവോയിസ്റ്റുകൾ കൂടുതലും അവർ വരികയും ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങി തിരികെ കാട്ടിലേക്ക് പോവുകയും ചെയ്തിരുന്നത്. ഇവിടെ നിന്നും നിലമ്പൂർ മേഖലയിലേക്കും അതോടൊപ്പം തുടർന്ന് വയനാട് മേഖലയിലേക്കും കടക്കാൻ കഴിയും എന്നതാണ് ഇവരുടെ ഒരു സഞ്ചാരപാത കൂടിയാണ് ഈ മേഖല. അതുകൊണ്ട് തന്നെ തണ്ടർബോൾട്ട് ഉൾപ്പെടെ ഈ ഭാഗത്ത് സജീവമായി അവിടെ പരിശോധന നടത്തിയിരുന്നു. മുൻപ് സൈലന്റ് വാലി ഓഫീസിന് നേരെ മുക്കാലിയിൽ വലിയ തോതിലുള്ള അക്രമം എല്ലാം തന്നെ നടന്നിരുന്നു. ആ സാഹചര്യത്തിൽ അട്ടപ്പാടി നിരന്തരമായി ഇത്തരത്തിൽ നിരീക്ഷണത്തിലുള്ള ഒരു കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ നവംബറിൽ മാവോയിസ്റ്റുകൾ സിപിഐ മാവോയിസ്റ്റ് ഭവാനിദളം അവരുടെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു ആനമൂളിയിൽ. നേരത്തെ അട്ടപ്പാടി ചുരത്തിന് താഴെയാണ് ഈ 2 പോസ്റ്റുകളും വന്നത് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അട്ടപ്പാടിക്കുള്ളിൽ തന്നെ പുതൂർ മേഖലയിലെല്ലാം തന്നെ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള പോസ്റ്റുകളെല്ലാം തന്നെ സജീവമായിരുന്നു. ഇവരുടെ ഒരു സാന്നിധ്യം ഈ മേഖലയിലുണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് തന്നെ അഗളി, ഷോളയൂർ സ്റ്റേഷനുകളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ തണ്ടർബോട്ടിന്റെ കൂടി സാന്നിധ്യമുണ്ട്. അവരുടെ കൂടി പരിശോധന ഈ മേഖലകളിലെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വയനാട് വിഷയം പരാമർശിക്കാതെ തന്നെ ഈ വിഷയത്തിൽ തങ്ങളുടെ ഒരു സാന്നിധ്യം സിപിഐ മാവോയിസ്റ്റ് ഭവാനിദളം അവരുടെ ഒരു നിലപാട് വനിതാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ പോലും തങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ പോസ്റ്ററുകൾ. ശരി, പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് പാലക്കാട് നിന്നുമുള്ള വിവരങ്ങൾ നൽകുന്നത്. വിനേഷ് കുമാർ തുടരുന്നുണ്ട്. വിനേഷ്, എപ്പോഴാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുക? പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് തന്നെ വിട്ടുകൊടുക്കുമെന്നായിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത്. അതിന് തന്നെയാണോ സാധ്യത? വിനേഷിലേക്ക്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാവും. ഇത് വിട്ടുകൊടുക്കും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. പോലീസ് മൃതദേഹം വിട്ടുകൊടുത്താൽ തന്നെ മലപ്പുറത്തുള്ള പാണ്ടിക്കാടായിരിക്കും. അവിടെ ഇദ്ദേഹത്തിൻ്റെ ഉമ്മ ഉൾപ്പെടെയുണ്ട്. അവരെല്ലാം തന്നെ കാത്തിരിക്കുകയാണ് എന്ന് തന്നെയാണ് സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പാണ്ടിക്കടവിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഈ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുൻകാല നക്സൽ നേതാവായ ഗ്രോവാസു ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സംഘടനകളുമായി അനുഭാവം പുലർത്തുന്നതോ അല്ലെങ്കിൽ അത്തരത്തിൽ അങ്ങനെയുള്ള സാംസ്കാരിക സംഘടനാ നേതാക്കളും ഉൾപ്പെടെ ഇപ്പോൾ ഈ മോർച്ചറിക്ക് മുമ്പിൽ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ CPI സമയം മുമ്പ് പറഞ്ഞത്. വിട്ടുകൊടുക്കാം എന്ന് പറയുകയല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ വിട്ട് കിട്ടേണ്ടതുണ്ട്, അത് അവകാശപ്പെട്ടതാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. വിട്ടുകൊടുക്കുന്ന മുറയ്ക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. ഏകദേശം 9 മണിയോടുകൂടി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇത് പൂർത്തിയാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. രേണുക. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഞാൻ വിനേഷിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ശ്രീ ഗ്രോവാസു നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ ഗ്രോവാസു, റിസോർട്ട് ജീവനക്കാരുടെ മൊഴിയാണ്, വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത്. അവർ അവിടെ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യം പോലീസാണ് വെടിവെച്ചതെന്ന് പറയുന്നു. അവരെ ബന്ദികളാക്കിയിട്ടില്ല എന്നതും റിസോർട്ട് ജീവനക്കാർ പറയുന്ന ഒരു സാഹചര്യം. എങ്ങനെയാണ് കാര്യങ്ങളെ താങ്കൾ കാണുന്നത്? റിസോർട്ട് ജീവനക്കാരുടെ അവരുടെ അനുഭവങ്ങൾ അവര് പങ്കുവച്ചല്ലോ. അതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങള് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് ഈ നിലമ്പൂരിൽ സംഭവിച്ച അതേ കാര്യം പിടിച്ച് വെടിവെച്ച് പിന്നീട് അതിനെ സംബന്ധിച്ചിട്ട് പോലീസിന് വേറെ ആർക്കും അന്വേഷിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ഥിതി ഉണ്ടാക്കി. അതേമാതിരി തന്നെയാണ് ഇപ്പോൾ ഇത് ഉണ്ടായിരിക്കുന്നത്. ഇവരുടെ അടുത്ത് ആധുനിക ആയുധങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. നാടുന്തോക്കാണ് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യം തന്നെ ചെയ്യുന്നത് എന്താ വെച്ചാൽ വെടിവെച്ചാൽ തീർച്ചയായിട്ടും മരിക്കണം എന്നുള്ള ഓർഡറാണ്. ആ രീതിയിൽ തന്നെയാണ് മാസത്തിലെ തണ്ടർബോൾട്ട് ആയാലും മറ്റു പോലീസുകാരായാലും ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ പിന്നെ അവസാനം ഈ ആധുനിക ആയുധങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന മാവോയിസ്റ്റുകൾ എടുത്ത് നാടൻ തോക്കായി. ആ നാടൻ തോക്ക് വെടിവെച്ച് കൊന്നതിന് ശേഷം സ്വന്തം വെച്ചതാണെന്നുള്ള ഇന്നെപ്പോലെ അനുഭവമുള്ളവർക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ സഖാ വർഗീസിനെ
വെടിവെച്ച് കൊന്നതിന് ശേഷം ഒരു നാടൻ തോക്ക് ശൂലപാണി വാര്യരാണ് കൊണ്ടു കൊടുത്തതെന്ന് പോലും ഞങ്ങൾക്കറിയാം. ആ ശൂലപാണി വാര്യർ കൊണ്ടു കൊടുത്തിട്ടുള്ള ആ നാടൻ തോക്ക് പിന്നെ സഖാവർഗീസിന്റെ അടുത്ത് വെച്ചിങ്ങാണ്ട് അങ്ങനെ പിന്നെ ഏറ്റുമുട്ടലിൽ മരിച്ചതാണെന്ന് വരുത്തിയിട്ടു. പക്ഷെ കോടതി അത് സമ്മതിച്ചില്ല. കോടതി എന്ത് ചെയ്തെച്ചാല് ഒരു ജീവപര്യന്തം ജയിലിൽ കൊടുത്തു. എന്തായാലും 2 കൊല്ലം പിന്നെ അതിന് ഓർഡർ ഇട്ട ആൾ കിടക്കേണ്ടി വന്നു. അതേമാതിരി ഇതിന് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയും അതിൻ്റെതായിട്ടുള്ള സത്യം പുറത്തു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. എന്നുവെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതെ ആയിട്ട് പതിറ്റാണ്ടുകളായി. എന്തായാലും അവരങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളുടെ ആവശ്യം അതാണ്. യഥാർത്ഥത്തിൽ നിലമ്പൂരിൽ ഇപ്പം പിന്നെ ഒരന്വേഷണവും ഇല്ലാണ്ടായല്ലോ. മനുഷ്യാവകാശ പ്രവർത്തകർ പോയിട്ട് അതും സമ്മതിച്ചില്ല. ഇനിയിപ്പോ ഞങ്ങളിവിടെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇവിടെ ഒരു അന്വേഷണത്തിന് പോകുന്നുണ്ട്. സമ്മതിക്കുമെന്ന് പിന്നെ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും പിന്നെ ഈ അടുത്ത ആന്ധ്രയിൽ നിന്നും മദ്രാസിൽ നിന്നൊക്കെ മനുഷ്യാവകാശ പ്രവർത്തകർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയും കൂട്ടിയിട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അവരുടെ കമ്മ്യൂണിസം പ്രകടിപ്പിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ IG ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞത് ആത്മരക്ഷാർത്ഥമാണ് പോലീസ് വെടിവെച്ചത് എന്നതാണ്. ആ വാദമൊക്കെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണ് ഈ റിസോർട്ടിലെ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യണം. ആത്മരക്ഷാർത്ഥമാണ് പോലീസ് വെടിവെച്ചത് എന്നാണ് ഇന്നലെ IG മാധ്യമങ്ങളോട് പറഞ്ഞത്. അതൊക്കെയും ആ വാദമൊക്കെയും പൂർണ്ണമായും ഇല്ലാതാവുകയാണോ ഇന്ന് ഈ ജീവനക്കാരുടെ വെളിപ്പെടുത്തൽ വരുന്നതോടുകൂടി? ആത്മരക്ഷാർത്ഥാണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പൊ റിസോർട്ട് അവര് കണ്ടതാണ്. അവര് കണ്ടത് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് ആദ്യം അറിയാം. ആത്മരക്ഷാർത്ഥാണെന്ന് വെച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് വെടിവെക്കാൻ പറ്റില്ല. അങ്ങനെ തലക്ക് നോക്കിയിട്ട് കൊല്ലാൻ പറ്റുന്ന രീതിയിൽ വെടിവെക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെടിവെപ്പല്ലേ, അതിൽ അത്ര കൃത്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ തോക്കിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾക്കും കുറച്ചൊക്കെ അറിയാം. അതുകൊണ്ട് ഇത് പിന്നാണ് വെടിവെച്ചത് വളരെ കൃത്യമായിട്ട്. ആ രീതിയിൽ പിന്നെ ഐക്ക് പറയാവുന്നൊക്കെ അദ്ദേഹം പറഞ്ഞോട്ടെ. പക്ഷെ ഈ പിന്നെ സത്യം നേരിട്ട് കണ്ട ആൾക്കാർ പറഞ്ഞല്ലോ. അത് ഞങ്ങൾ ആദ്യമേ ഊഹിച്ചതാണ് ഈ കാര്യത്തിൽ. നിലമ്പൂരിനെ സംബന്ധിച്ചിട്ട് ഞങ്ങളെ ഊഹം തന്നെയാണ് കൃത്യമായിട്ടും പിന്നെ വാസ്തവത്തിൽ ശരിയായിട്ട് അവസാനം. അപ്പൊ ഈ കാര്യത്തിൽ അത്രയും പറയാനുള്ളൂ. സൈബർ സെല്ലിന്റെ കൃത്യമായ നിരീക്ഷണം അവിടെ ഉണ്ടായിരുന്നു. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് റിസോർട്ടിലെത്തിയതും. ജീവനോടെ പിടികൂടാനുള്ള യാതൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? ജീവനോടെ പിടികൂടാൻ ശ്രമം ഉണ്ടായില്ല എന്നുള്ളത് മാത്രമല്ല, അവരെ വെടിവെച്ചിട്ട് അരക്ക് താഴെ വെടിവെക്കാലോ. അങ്ങനെയല്ലേ വാസ്തവത്തിൽ നിയമം അങ്ങനെയല്ലേ പറയുന്നത്. വാസ്തവത്തിൽ നിരായുധനെ അരക്ക് താഴെ വെടിവെക്കാലോ. അങ്ങനെ തന്നെ ചെയ്യട്ടെ. പക്ഷെ ഇത് കൊല്ലണം എന്നുള്ള ആൾക്കാണല്ലോ വെടിവെക്കുന്നത്. ആ രീതിയിൽ പിന്നെ ചെയ്തതിന് ശേഷം ഇപ്പൊ ന്യായീകരിക്കുന്നതിൽ എന്താ അർത്ഥം? IG ന്യായീകരിച്ചാലും ഗവൺമെന്റ് ന്യായീകരിച്ചാലും ഒക്കെ കണക്കന്നെ. ഈ കാര്യത്തിന് നിലമ്പൂരിലെ ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരുക. ഇപ്പോൾ CK ശശീന്ദ്രൻ MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ CK ശശീന്ദ്രൻ, ഇന്നലെ മാധ്യമങ്ങളോട് IG ഉൾപ്പെടെ പറഞ്ഞത് ആത്മരക്ഷാർത്ഥമാണ് പോലീസ് വെടിയുതിർത്തത് എന്നാണ്. പക്ഷേ ഇന്ന് നമുക്ക് റിസോർട്ട് ജീവനക്കാരുടേത് ഉൾപ്പെടെയുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തു വരുമ്പോൾ അവിടെ യാതൊരു തരത്തിലുള്ള ബന്ദിയാക്കലും ഉണ്ടായിട്ടില്ല. മാന്യമായാണ് മാവോയിസ്റ്റുകൾ പെരുമാറിയത് എന്നുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഹലോ, പറയൂ, കേൾക്കാമോ? ഗവൺമെന്റ് അതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും കൊല ചെയ്യപ്പെട്ട മാവോയിസ്റ്റിന്റെ സഹോദരൻ ശ്രീ റഷീദിന്റെ അഭിപ്രായമനുസരിച്ചും ആഗ്രഹമനുസരിച്ചും മജിസ്ട്രേറ്റ് തല അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങളും വെളിച്ചത്ത് വരുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യങ്ങളാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ കേട്ട കാര്യങ്ങളും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ട് നമുക്കൊരു മറുപടി പറയുക എന്നുള്ള പ്രയാസമാണ്. കാരണം അങ്ങനെ മറുപടി പറയല്ല വേണ്ടത്, അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. മാവോവാദികളുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ രാഷ്ട്രീയമായി നേടാനാണ് ഞങ്ങളിവിടെ ആലോചിക്കുന്നത്. അവിടെ ഉണ്ടായൊരു കാഷ്വാലിറ്റി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മറുഭാഗത്തുള്ളൊരു വാദഗതി ഇപ്പോൾ ഉന്നയിച്ചു വരുന്നുണ്ട്. അന്ന് അവിടെ ജോലിക്ക് ഉള്ള ആളാണോ ആ പറയുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അതിന് വേറെന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടോ കാര്യങ്ങൾ പറയാൻ വേണ്ടി കഴിയില്ല. അതൊന്നും ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല. ഇവിടെ ഒരാളുടെ മരണം നടന്നിട്ടുണ്ട്. ആ മരണത്തെ സംബന്ധിച്ചും അതിന്റെ മറ്റ് വിശദാംശങ്ങളെ സംബന്ധിച്ചും അന്വേഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് ആത്മാർത്ഥമായ ഇടപെടലാണ്. പ്രത്യേകിച്ച് റഷീദിന്റെയും കൂടി ആഗ്രഹപ്രകാരമാണ് ആ കാര്യങ്ങൾ
ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ശ്രീ സി കെ ശശീന്ദ്രൻ, ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ പറഞ്ഞത് ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നതാണ്. അതിനുശേഷം അതല്ലാത്ത മറ്റൊരു അന്വേഷണത്തിന് പോലും ഞങ്ങൾ അനുകൂലിക്കുന്നില്ല എന്നതാണ് അദ്ദേഹം ഏറ്റവും ഒടുവിൽ പ്രതികരിച്ചത്. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഗവൺമെന്റ് അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ അന്വേഷണ ഏജൻസിയെ മാറ്റണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാനുള്ള അഭിപ്രായം അദ്ദേഹത്തിന്റെ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരാളുടെ മരണം ദൗർഭാഗ്യകരമാണ്. അക്കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എന്താണ് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോലീസ് ഔദ്യോഗികമായിട്ട് വിശദീകരണം പോലീസിന് വേണ്ടി DIG നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിപ്പോ പുതിയ ചില വെളിപ്പെടുത്തലുകൾ വന്നു എന്ന് പറഞ്ഞിട്ടാണ് വാർത്തകൾ വരുന്നത്. ഈ വാർത്താ ചാനലിനോട് സംസാരിച്ചിട്ടുള്ള ജീവനക്കാരാണ് അവിടെ ജോലിക്ക് ഉള്ളവരാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കട്ടെ. ഞാൻ പറയുന്നത് എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ ഗവൺമെന്റ് തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ഏറ്റവും പോസിറ്റീവായിട്ടാണ് ഇടപെട്ടിരിക്കുന്നത്. ഒന്ന് പോലീസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മജിസ്ട്രേറ്റിൽ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഇപ്പൊ അതിൽ വിശ്വാസം ഇല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടത്. അതേ ഞാൻ കേട്ടത് അങ്ങനെയല്ല. നിയമപരമായിട്ട് ആലോചിച്ച് മറ്റു കാര്യങ്ങൾ അതൊക്കെ ഏതൊരാൾക്കുള്ള അവകാശമല്ലേ. നമ്മളെന്തിനാ അതിനൊക്കെ ചോദ്യം ചെയ്യുന്നത്? അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് വ്യത്യസ്തമായി ഈ രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കാനേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ പോലീസിന്റെ വാദം പൊളിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലേ? ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിന്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വരുമ്പോൾ തലയ്ക്കാണ് വെടിയേറ്റിരിക്കുന്നത്. വെടിയുണ്ട തല തുറന്ന് പുറത്തു വന്ന ഒരു സാഹചര്യമുണ്ട്. ആത്മരക്ഷാർത്ഥമാണെങ്കിൽ പോലും തലയ്ക്ക് വെടിവെക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അപ്പോൾ ജീവനോടെ പിടികൂടാൻ യാതൊരു ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്ന വിമർശനം. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് സുപ്രീം കോടതിയുടെ വ്യക്തമായ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ട്. ആ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ DGP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് അതിന് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഗവൺമെന്റ് ആ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റ് പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ വേറെയുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ തുറന്നു പറഞ്ഞോളൂ. ഈ കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് ഇന്നലെയാണ് സംഭവം. ഇന്നലെ തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ശ്രീ സി കെ ശശീന്ദ്രൻ, ഇതിപ്പോൾ ഈ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടക്കുന്ന രണ്ടാമത് വെടിവയ്പ്പാണ് മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട്. ആ രീതിയിൽ വലിയ വിമർശനം ഉയരുന്നുണ്ട്. അത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കില്ലേ? സായുധരായ സംഘം പ്രവർത്തനം നടത്തുമ്പോൾ സായുധരായ രീതിയിൽ ആദ്യത്തെ നിലമ്പൂരിലുണ്ടായ സംഭവത്തെക്കുറിച്ച് മജിസ്ട്രേറ്റിൽ അന്വേഷണം നടന്ന ആ കാര്യങ്ങൾ ക്ലോസ് ചെയ്തതാണ്. അന്ന് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ സായുധരായുള്ള സംഘം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ തിരിച്ച് ആ രീതിയിലെ ചില പ്രവർത്തനങ്ങൾ ചിലപ്പോൾ സംഭവിച്ചിരിക്കാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നേയില്ല. കാരണം ജനപിന്തുണയില്ലാതെ ഒറ്റപ്പെട്ട രീതിയിൽ നടത്തുന്ന ഒരുതരം അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു വാണ്ടറിംഗ് ഗ്രൂപ്പാണ് വയനാട്ടിലുള്ളത്. വയനാട്ടുകാർ മാത്രമൊന്നുമല്ല, കേരളത്തിലുള്ളവർ മാത്രമൊന്നുമല്ല എന്റെ കൂടെ ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ അവരൊന്നും അവിടെ നിൽക്കാനേ കഴിയുന്നില്ല. അവർക്ക് അവിടെ വലിയ രീതിയിലുള്ള പോലീസ് പ്രതിരോധമാണ് അവിടുത്തെ ഗവൺമെന്റുകൾ ഏർപ്പെടുത്തിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇവിടെ വന്ന് നിൽക്കുന്നത് കുഴപ്പമൊന്നുമില്ല. അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊള്ളട്ടെ. പക്ഷെ ആളുകളെ ഭീഷണിപ്പെടുത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പാടില്ലല്ലോ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നത്? ആദിവാസികളുടെ അടുത്തുനിന്ന് പ്രളയകാലത്തുള്ള അരി പോലും എടുത്തിട്ട് പോയില്ലേ? അവര് പത്രക്കാരൊക്കെ പറഞ്ഞല്ലോ, പ്രളയകാലത്ത് കൊടുത്ത അരി പോലും എടുത്തിട്ട് പോവുകയാണ് പാവങ്ങളുടെ അടുത്തുനിന്ന്. തോക്ക് ചൂണ്ടിയിട്ട് അരി തരണം എന്ന് പറഞ്ഞാൽ പിന്നെ ആളുകൾ അരി കൊടുക്കാതിരിക്കുമോ? ഇന്നലെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിന്റെ ഉത്തരവാദിത്വം ഇതല്ല ഞാൻ പറയുന്നത്. ആ രാഷ്ട്രീയ പ്രവർത്തനത്തെ തുറന്നു കാണിക്കാനേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. മറ്റു കാര്യങ്ങൾ, കാഷ്വാലിറ്റിയുടെ കാര്യങ്ങൾ, ഉണ്ടായ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് അന്വേഷിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമായിട്ടുണ്ട്. അതൊരു ജനാധിപത്യ രീതി സ്വഭാവമാണ് ഗവൺമെന്റിന്റെ. ആ അർത്ഥത്തിൽ ഗവൺമെന്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. മറ്റു വിശദാംശങ്ങൾ അന്വേഷണത്തിൽ വിളിച്ചിട്ട് വന്ന ശേഷം മാത്രം പറയേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി ഒരു മുൻവിധിയോടുകൂടി പറയുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ സി കെ ശശീന്ദ്രൻ ഞങ്ങളോട് സംസാരിച്ചതിന്. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, ഇപ്പോൾ അന്വേഷണമൊക്കെ ഏത് തലത്തിൽ എന്നുള്ളത് MLA കൂടി പറയുന്നത് കേൾക്കുമല്ലോ. ഈ ബന്ധുക്കൾ അവരുടെ പ്രധാന ആവശ്യം എന്താണ്? ഇന്നലെ തന്നെ ആദ്യം ഈ സംഭവത്തിൽ ദുരൂഹത ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുമാണ് ദുരൂഹതയുണ്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്ന് പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടത്. അവരുടെ ഒരു നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? വിനേഷ്, കേൾക്കാമോ? വിനേഷ്, ബന്ധുക്കളുടെ ഒരു നിലപാട് എന്താണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും മറ്റും?
പോലീസുകാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്നതാണ് സഹോദരന്റേതായി വന്ന അഭിപ്രായം. അവർ എന്താണ് ആവശ്യപ്പെടുന്നത്? അവരുടെ നിലപാട് എന്താണിപ്പോൾ? രേണുക, തീർച്ചയായും അവർ ഇന്നലെ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ്. ഇന്നലെ തന്നെ CP റഷീദ്, അതായത് CP ജലീലിൻ്റെ സഹോദരനായ CP റഷീദ് ഇക്കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഒരു ഏറ്റുമുട്ടലിനുള്ള സാധ്യത അവിടെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഏകപക്ഷീയമായി സാധാരണ നിലയിൽ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഏകപക്ഷീയമായി വെടിവെച്ച് വന്ന എത്രയോ കേസ് രാജ്യത്തുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കുമോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന വിവരം റിസോർട്ട് മാനേജറുടെ വെളിപ്പെടുത്തലാണ്. ഇതിനകത്ത് കൃത്യമായും ഇത് ഏകപക്ഷീയമായി പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ് ആദ്യമായി വെടിവെപ്പുണ്ടായിരിക്കുന്നത്. മാവോയിസ്റ്റ് ഒരു ശക്തമായ ഏറ്റുമുട്ടൽ അല്ല അവിടെ നടന്നിരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന്, റിസോർട്ടിലെത്തിയ അവരുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു മാന്യമായ പെരുമാറ്റമാണ് എന്നുൾപ്പെടെയുള്ള കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഈ ജലീലിൻ്റെ മറ്റൊരു സഹോദരനായ ജിഷാദാണ്. ജിഷാദ്, ഇതിലിപ്പോൾ ഈ റിസോർട്ട് മാനേജർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊരു ഏറ്റുമുട്ടൽ അവിടെ നടന്നിട്ടില്ല, ആദ്യം പോലീസാണ് വെടിവെച്ചിരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ മാവോയിസ്റ്റുകൾ മാന്യമായ രീതിയിൽ തന്നെയാണ് പെരുമാറിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ താങ്കളുടെ മറ്റൊരു സഹോദരനായ CP റഷീദ് ഇത് അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ, എങ്ങനെയാണ് ഇതുമായി മുന്നോട്ട് പോകാൻ? ഭാവി പരിപാടികൾ എന്ന് വെച്ചാൽ, അതായത് തികച്ചും ഒരു അന്യായമായ കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. ഇതൊരു ഏറ്റുമുട്ടലല്ല. ഇത് വളരെ കൃത്യമായി ഇന്ന് നേരം വെളുത്തപ്പോഴേക്കും പിന്നെ അവിടുത്തെ ഈ റിസോർട്ടിൻ്റെ ആൾക്കാരടക്കമല്ല ആൾക്കാർ പറയുന്ന വിവരം വെച്ചിട്ട് അതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ പോലീസ് നുണ പറയുകയാണെന്നോ, ആൾക്കാരെ എങ്ങനെ ഇത്രയും മൃഗീയമായി കൊന്നിട്ട് തികച്ചും മനുഷ്യാവകാശ ലംഘനം, ഒരു പൗരൻ്റെ ജീവിക്കാനുള്ള അവകാശം എല്ലാത്തിനും ഹനിച്ചാണ്ടുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഈ കൊലപാതകം നടത്തിയ പോലീസുകാർക്കെതിരെ FIR ഫയൽ ചെയ്യണമെന്നും ഇവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും അവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ആലോചിക്കണം. പിന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ട് ഒരു പൊളിറ്റിക്കലി ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട്, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണല്ലോ, അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കലി ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരണമെന്നും ഇതിൻ്റെ മുകളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യണം, നടപ്പിലാക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പോലീസ് പറയുന്നൊരു പ്രധാന കാര്യം സായുധധാരികളായ ആളുകളുമായുള്ള ഏറ്റുമുട്ടലാണ്. ഇവർ വെടിവെക്കുമ്പോൾ തിരിച്ച് ആത്മരക്ഷാർത്ഥമാണ് തങ്ങൾ വെടിവെക്കുന്നത് എന്നുള്ളൊരു നിലപാടുണ്ട് പൊതുവെ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടുന്ന കേസുകൾ, ആ മാവോയിസ്റ്റുകളായാലും മറ്റേതെങ്കിലും സംഘടനകളായാലും. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതുതന്നെയാണെന്ന് പറയുന്നു. ഇവരുടെ കയ്യിൽ അത്യാധുനിക ഗൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്, അതെല്ലാം കണ്ടെത്തിയിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഈ വെടിയുണ്ടകളും അതുപോലെ തന്നെ തോക്കും മറ്റും കണ്ടെത്തിയ കാര്യങ്ങളും പറയുന്നുണ്ട്. അങ്ങനെയൊരു സാഹചര്യത്തിൽ പോലീസ് ഇവരെ എന്ത് നമുക്ക് പറയാൻ കഴിയുക? അത് വളരെ കൃത്യമല്ലേ. റിസോർട്ട് മാനേജർ രാവിലെ പറഞ്ഞു, കുറച്ച് നേരത്തെ നിങ്ങളും പറഞ്ഞു, ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ടില്ല, അവരായിട്ട് സഹകരിച്ചിട്ട് തന്നെയാണ്, അതായത് ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് പൈസ വേണം എന്നൊക്കെ എല്ലാ നിലക്കാണ് അവർ സംസാരിച്ചതെന്നാണ് റിസോർട്ട് മാനേജർ പറഞ്ഞത്. പിന്നെ അവിടുത്തെ CCTV ഫുട്ടേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇവരെ കയ്യിൽ ആരെ കയ്യിലും ആയതല്ല. പിന്നെ ഏതൊരു പേട്ട് തോക്കാണ് ഇന്ന് രാവിലെ പിന്നെ മനോരമ പത്രത്തിൽ ഫ്രണ്ട് പേജിലുണ്ട്. ഇത് വെച്ചിട്ട് ഈ തണ്ടർബോൾട്ടിനെ എന്ത് ചെയ്യാനാണ് എനിക്ക് മനസ്സിലാവണില്ല. അപ്പോൾ ഇത് വളരെ മൃഗീയമായ ഒരു പരിപാടിയാണ്. അപ്പോൾ മാത്രമല്ല, അങ്ങോട്ട് ഇവിടുത്തെ മീഡിയ പ്രവർത്തകരടക്കം ഇന്നലെ കയറ്റിയിട്ടില്ല, വൈകുന്നേരമാണ് അങ്ങോട്ട് കയറ്റി വിട്ടത്. അപ്പം അങ്ങനെ ഇതെല്ലാം മറച്ചു പോലീസിനൊരു നുണപ്രചാരണം ഉണ്ടാക്കാനൊരു സാധ്യത പോലീസ് ആദ്യം ഒരുക്കിയതിന് ശേഷമാണ് ആൾക്കാരെ അങ്ങോട്ട് കടത്തി വിട്ടതും. ഇത് അങ്ങനെ ഒരു പ്രശ്നം, അതായത് വാർത്തക്കുള്ളൊരു സാധ്യത പോലും ഒരുക്കി കൊടുത്തത്. അല്ലാതെ പിന്നെ അത് മാത്രമല്ല, രാവിലെ ഇന്നലെ മിനിഞ്ഞാന്ന് ഏതാണ്ട് 6-ാം തീയതി വൈകുന്നേരം നടന്ന സംഭവം ഒരു 9 മണി 8:30 അപ്പോൾ അന്നേരം അവർ പറഞ്ഞുകൊണ്ടിരുന്ന പരിക്ക് പറ്റിയെന്നാണ്. പരിക്ക് പറ്റിയ മനുഷ്യന്മാരെ സാധാരണ ആശുപത്രി കൊണ്ടുപോകാറല്ലേ പതിവ്. എന്തിനാണ് നേരം വിളിക്കോളം വെച്ചിട്ട് കൊന്നുകളഞ്ഞത്? ഇവർ കൊന്നുകളഞ്ഞാണ്, കൃത്യം പ്രീ പ്ലാൻഡ് മർഡറാണ്. അപ്പോൾ അത് ഈ വിഷയത്തിന് അങ്ങനെ തന്നെ കാണുന്നുണ്ട്. സഹോദരൻ്റെ വാക്കുകൾ വ്യക്തമാണ്. അതായത് ഇവിടെ ഏറ്റുമുട്ടലൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം റിസോർട്ട് മാനേജറുടെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് പോലീസ് ഏകപക്ഷീയമായി നടത്തിയ ഒരു വെടിവെപ്പ് തന്നെയാണ്. ശരിക്കും ഭരണകൂടത്തിൻ്റെ ഒരു കൊലപാതകമായിട്ട് തന്നെ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ. രാഷ്ട്രീയപരമായി ഒരു തീരുമാനമെടുക്കുകയും രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ ആ രീതിയിൽ രാഷ്ട്രീയപരമായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തെ ഇത്രത്തോളം വഷളാക്കുകയാണ് ചെയ്തത്. ഏകപക്ഷീയമായ ഒരു കൊലപാതകമാണ് ഇവർ നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോൾ കൊല്ലപ്പെട്ട CP ജലീലിൻ്റെ സഹോദരൻ CP ജംഷാദ് പറഞ്ഞിരിക്കുന്നത്. രേണുക, ശരി. എന്തായാലും വയനാട്ടിലെ ഏറ്റുമുട്ടലിലൂടെയാണ് മാവോയിസ്റ്റ് നേതാവ് CP ജലീലിനെ കൊലപ്പെടുത്തിയതെന്ന പോലീസ് വാദമാണ് പൊളിയുന്നത്. മാവോയിസ്റ്റുകൾ ആരെയും ബന്ദിയാക്കിയില്ലെന്നും മറ്റുമുള്ള റിസോർട്ട് ജീവനക്കാരുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പോലീസിനെ പ്രതിരോധത്തിലാക്കുന്നത്.